ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എൻ്റെ എല്ലാ പ്രിയ സഹോദരങ്ങളും സന്തോഷത്തോടും സമാധാനത്തോടും കൂടി ആയിരിക്കുന്നല്ലോ. ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ദിവസവും ധ്യാനിക്കുന്ന പോലെ ഒരു തിരുവചനത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാം. ആവർത്തന പുസ്തകം 7-ാം അധ്യായം അതിൻ്റെ സ്തോത്രം 11, 12, 13 വാക്യങ്ങൾ വായിക്കുന്നത് ശ്രദ്ധയോടെ കേൾപ്പിൻ. ആകയാൽ ഞാൻ ഇന്ന് നിന്നോട് കൽപ്പിക്കുന്ന കൽപ്പനകളും ചട്ടങ്ങളും വിധികളും നീ പ്രമാണിച്ച് നടക്കണം. നിങ്ങൾ ഈ വിധികൾ കേട്ട് പ്രമാണിച്ച് നടന്നാൽ നിന്റെ ദൈവമായ യഹോവ നിന്റെ പിതാക്കന്മാരോട് സത്യം ചെയ്ത നിയമവും ദയയും നിനക്കായിട്ട് പാലിക്കും. അവൻ നിന്നെ സ്നേഹിച്ച് അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കും. വളരെ ശക്തമായ ഒരു ദൈവിക ദൂത് ഇന്ന് പകൽക്കാലം നിങ്ങളുടെ മുമ്പിൽ വെക്കുവാൻ സ്വർഗം എന്നെ അനുഗ്രഹിച്ചതിനായി സ്തോത്രം. ഈ ദിവസങ്ങൾ തുടർമാനമായി ദൈവത്തിന്റെ അനുഗ്രഹത്തെക്കുറിച്ചും ദൈവത്തിന്റെ പൂർത്തീകരണത്തെക്കുറിച്ചും ദൈവത്തിന്റെ നിവൃത്തീകരണത്തെക്കുറിച്ചും വ്യക്തമായി നാം കേൾക്കുന്നുണ്ട്. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളുടെ ചില നിവൃത്തീകരണങ്ങൾ ഈ ദിവസങ്ങളിൽ നിങ്ങളിലും എന്നിലും നിറവേറ്റപ്പെടട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഇവിടെ ഇത് വളരെ വ്യക്തമായിട്ടും ഇസ്രായേൽ ജനത്തിന് ദൈവം കൊടുക്കുന്ന ഒരു ഉടമ്പടി ഉണ്ട്. ആ ഉടമ്പടി ഇങ്ങനെയാണ് പറയുന്നത്: ഞാൻ ഇന്ന് നിന്നോട് കൽപ്പിക്കുന്ന കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണങ്ങളും അനുസരിച്ചും പ്രമാണിച്ചും നടക്കണമെന്ന്. ഒരു ക്രിസ്തു ജീവിതത്തിന്റെ അടിസ്ഥാനപരമായ തത്വം എന്ന് വെച്ചാൽ ക്രിസ്തുവിന്റെ മാർഗം നമ്മൾ അനുഗമിക്കേണ്ടത് അത്യാവശ്യമാണ്. യേശു ക്രിസ്തുവിന്റെ ശിക്ഷ ഗണത്തിൽ നാം പെടണമെങ്കിൽ അവന്റെ കൽപ്പനകളെയും അവന്റെ പ്രമാണങ്ങളെയും അവന്റെ ചട്ടങ്ങളെയും നാം പ്രമാണിച്ചു നടക്കണം. അങ്ങനെ പ്രമാണിച്ചു നടക്കുന്ന ഒരു ദൈവവൈതന്യാണ് ദൈവം എന്ത് ചെയ്യുന്നത്? അനുഗ്രഹിക്കുകയും വർദ്ധിപ്പിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നു. അതാ 7-ന്റെ 13-ാം വാക്യം പറയുന്നത്. അവൻ വളരെ വ്യക്തമായിട്ടും അവിടെ പറയുന്നു, അവൻ നിന്നെ സ്നേഹിച്ച് അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കും. ദൈവം നമ്മെ അനുഗ്രഹിക്കണമെങ്കിൽ, ദൈവം നമ്മെ വർദ്ധിപ്പിക്കണമെങ്കിൽ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ പാത്രമായി ഞാനും നിങ്ങൾ മാറണം. അങ്ങനെ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ പാത്രമായി ഞാനും നിങ്ങൾ മാറണമെങ്കിൽ നാം മറ്റുള്ളവരെ സ്നേഹിക്കണം. മറ്റുള്ളവർക്ക് നമ്മളൊരു അനുഗ്രഹമായി തീരണം. മറ്റുള്ളവർക്ക് നമ്മളൊരു മധുരതരമായ വ്യക്തിത്വമായി തീരണം. അങ്ങനെ ദൈവത്തിന്റെ കൽപ്പനകളെയും പ്രമാണങ്ങളെയും ചട്ടങ്ങളെ അനുസരിച്ച് നടക്കുന്ന ഒരു ദൈവ പൈതന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ സ്നേഹം വെളിപ്പെടും, ദൈവത്തിന്റെ അനുഗ്രഹം വെളിപ്പെടും, ദൈവത്തിന്റെ വർധനവ് വെളിപ്പെടും. ഇത് ദൈവിക പരിപൂർണത ലക്ഷ്യമാണ്. ഇതാണ് ദൈവത്തിന്റെ വാഗ്ദത്തത്തിന്റെ നിവർത്തീകരണം എന്ന് പറയുന്നത്. ഇസ്രായേൽ ജനത്തെ നോക്കി ദൈവം പറയുക, ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും, ഞാൻ നിങ്ങളെ വർദ്ധിപ്പിക്കും, പക്ഷേ എനിക്ക് നിങ്ങളോടൊരു സ്നേഹമുണ്ടാകണം. ദൈവത്തിന്റെ സ്നേഹമാണ് ഫറവോന്റെ അടിമത്തത്തിൽ കിടന്ന ജനത്തെ വിളിച്ചു വേർതിരിച്ച് മരുഭൂമിയിലൂടെ വഴി നടത്തി ചെങ്കൽ പാതയിൽ കൂടെ വാഗ്ദത്ത ദേശത്തിലേക്ക് പ്രവേശിപ്പിച്ചത്. അത് ദൈവത്തിന്റെ പ്രോമിസ് ആയിരുന്നു. ആ പ്രോമിസ് ദൈവം പാലിച്ചു. എന്തുകൊണ്ട്? ദൈവം വാക്ക് മാറുന്നവനല്ല. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, മനുഷ്യർ നിന്റെ മുമ്പിൽ വാക്ക് പറഞ്ഞിട്ട് വാക്ക് മാറിക്കാണും, മാറ്റി നിർത്തിക്കാണും, ഉപേക്ഷിച്ച് കാണും, മറന്നു കാണും, തള്ളിക്കളഞ്ഞു കാണും. പക്ഷെ ദൈവം തള്ളത്തില്ല. ദൈവം നിന്നെ സ്നേഹിക്കുന്നുണ്ട്. ദൈവം നിന്നെ സ്നേഹിക്കുന്നത് എന്തെന്നറിയാമോ? നിന്നെ അനുഗ്രഹിക്കണം. കൂട്ടുകാരിൽ പരമായി ആനന്ദതൈലം കൊണ്ട് നിങ്ങൾ അഭിഷേകം ചെയ്തിരിക്കുന്നത് എന്തെന്നറിയാമോ? അവരുടെ മുമ്പിൽ കാട്ടുപോത്തിന്റെ കൊമ്പിനെ പോലെ നിങ്ങളുടെ തലകളെ ഉയർത്തുവാനാണ്. അതുകൊണ്ട് ഈ ദിവസങ്ങൾ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ പരിപൂർണത നിങ്ങൾ അനുഭവിപ്പാൻ, അവന്റെ അനുഗ്രഹത്തിന്റെ പരിപൂർണത നിങ്ങൾ അനുഭവിപ്പാൻ, അവന്റെ സ്നേഹത്തിന്റെയും അവന്റെ വർധനവിന്റെയും പരിപൂർണത നിങ്ങൾ അനുഭവിപ്പാൻ യോഗ്യമാവണ്ണം നടക്കുവാൻ ദൈവവചനത്തിലൂടെ പ്രബോധിപ്പിച്ചുകൊണ്ട് ഇന്ന് പകൽക്കാലം നിർത്തുന്നു. ദൈവം നിങ്ങളെ സ്നേഹിച്ച് അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പറഞ്ഞും ദൈവത്തിന്റെ ആ പരിപൂർണത നിങ്ങളിൽ നിങ്ങളുടെ കുടുംബത്തിലും വെളിപ്പെടട്ടെ എന്ന് ആത്മാർത്ഥമായി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. May God bless you. Jesus loves you.